അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി. ഉസ്താദ്മാരെ, നമ്മളെ പൊതുപരീക്ഷയ്ക്ക് കുട്ടികളെ രജിസ്റ്റർ ചെയ്യേണ്ട ടൈമാണിപ്പോൾ. അപ്പോൾ കുട്ടികളെങ്ങനെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് എൻ്റെ മുമ്പത്തെ വീഡിയോസിലില്ല, കാരണം അപ്പം അതിൻ്റെ ടൈം ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ ഗൂഗിളിൽ പോവുക, സമസ്ത ഇൻഫോ എന്ന് അടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ സമസ്ത ഓൺലൈൻ എന്ന് വരും, അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്തിട്ട് മദ്രസൻ്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക. മദ്രസൻ്റെ യൂസർ നെയിം എപ്പോഴും ജി എന്ന് തുടങ്ങിയിട്ടാണ്, ജി എന്ന വേർഡ് കൊണ്ടാണ് തുടങ്ങുക. പിന്നെ 3 അക്കമുള്ള വെച്ചെങ്കിൽ 2 പൂജ്യം ഉണ്ടാവും, 2 അക്കമുള്ള വെച്ചെങ്കിൽ 3 പൂജ്യം ഉണ്ടാവും, 4 അക്കം ഉണ്ടെങ്കിൽ 1 പൂജ്യം ഉണ്ടാവും. അങ്ങനെയാണ് യൂസർ നെയിം തുടങ്ങുക. എന്നിട്ട് അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഇടത് ഭാഗത്ത് പബ്ലിക് എക്സാം എന്ന് കാണാം. ഇടത് ഭാഗത്ത് പബ്ലിക് എക്സാം എന്ന് കാണാം. അതിൽ പോവുക. രജിസ്റ്റർ സ്റ്റുഡൻ്റ് എന്ന് കാണാം. രജിസ്റ്റർ സ്റ്റുഡൻ്റ് എന്ന് കാണാം. അവിടെ ഇതവിടെ അതിൽ പോവുക. അതിൽ പോയതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതാണ്, ഈ അസീം ഉസ്താദ് എന്നില്ലേ, ഇംഗ്ലീഷൊന്നും വല്ലാതെ വായിച്ചാൻ അറിയില്ല. അതിൽ പോവുക. അതിൽ പോയതിന് ശേഷം നേരെ ക്ലാസ് സെലക്ട് ചെയ്യുക. ഏറ്റവും വലിയ ക്ലാസ്സിൽ നിന്ന് ഇങ്ങോട്ടാണ് തുടങ്ങേണ്ടത്. 12ാം ക്ലാസ് ഉണ്ടെങ്കിൽ 12ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങുക. ഇങ്ങോട്ട് ആ 12ാം ക്ലാസ്സിലെ ഉസ്താദ് ഇതിലുണ്ടാവും. ആ ഉസ്താദ് പൊതുപരീക്ഷയ്ക്ക് പോകേണ്ട ഉസ്താദിന് എന്ത് ചെയ്യുക, ഇതിന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഉസ്താദിനെ ആഡ് ചെയ്യുക. അതിൻ്റെ ശേഷം രജിസ്റ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 12ാം ക്ലാസ്സിൻ്റെ പൊതുപരീക്ഷയ്ക്ക് ആ ഉസ്താദിനെ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ഇനി അത് പ്രകാരം ആ ഉസ്താദിനെ വിളിക്കുക. 35 കുട്ടികളിൽ ഒതുങ്ങിയ അതാണെങ്കിൽ ഒരാളെയും, 35 കുട്ടികളിൽ കൂടുതലുണ്ടെങ്കിൽ 2 ആളെയാണ് ഒരു മദ്രസയിൽ നിന്ന് വിളിക്കുക. അത് പിന്നെ ഏറ്റവും ഉയർന്ന ക്ലാസ്സിൽ നിന്നും ഏറ്റവും താഴ്ന്ന ക്ലാസ്സിൽ നിന്നും ആയിരിക്കും വിളിക്കലുണ്ടാകുക. 12ാം ക്ലാസ്സിൽ നിന്നും 5ാം ക്ലാസ്സിൽ നിന്നും അങ്ങനെ ആയിരിക്കും വിളിക്കലുണ്ടാകാൻ തോന്നുന്നു. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നേരെ ബാക്ക് പോവുക. നേരെ ബാക്ക് പോയിട്ട് ഇതേമാതിരി പബ്ലിക് എക്സാം എടുക്കുക, രജിസ്റ്റർ സ്റ്റുഡൻ്റ് എന്ന് എടുക്കുക. എന്നിട്ട് ഈ മദ്രസയിൽ 5ഉം 7ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ഫസ്റ്റ് വലിയ ക്ലാസ് എടുക്കുക. 7ാം ക്ലാസ് എടുത്തു. 7ാം ക്ലാസ് എടുത്തിട്ട് ഇവിടെ പോയിട്ട് സെലക്ട് ക്ലാസ് എന്ന് ടൈപ്പ് ചെയ്യുക, 7 എന്ന് എടുക്കുക. കുട്ടീൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക. 5ാം ക്ലാസ്സിലെ പൊതുപരീക്ഷൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പർ വലത് ഭാഗത്ത് കാണാൻ, കുട്ടീൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ കംപ്ലീറ്റ് ഇവിടെ ഫില്ലപ്പ് ആവും. കുട്ടീൻ്റെ പേര് അറബിയിലും ഇംഗ്ലീഷിലുള്ളതൊക്കെ എന്താവും, ഫില്ലപ്പ് ആവും. പിന്നെ അഡ്മിഷൻ ഡേറ്റ് എന്നാന്ന് കൊടുക്കുക, അഡ്മിഷൻ നമ്പറും കൊടുക്കുക. അറ്റംപ്റ്റ് എന്നുള്ളടത്ത് കുട്ടി എത്രാമത്തെ വർഷമാണ് എന്നാണ്, 1ാം കൊല്ലമാണോ 2ാം കൊല്ലമാണോ 3ാം കൊല്ലമാണോ എന്നാണ്. അതും സെലക്ട് ചെയ്യുക. രജിസ്റ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി എന്ത് ചെയ്ത് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നേരെ വലത് ഭാഗത്തേക്ക് നീക്കി പോയി കഴിഞ്ഞാൽ അപ്ലോഡ് ഇമേജ് എന്ന് കാണാം. അതിൽ പോയിട്ട് കുട്ടീൻ്റെ ഫോട്ടോ കൊടുക്കുക. ഇനി അല്ലെങ്കിൽ തന്നെ അതിൽ ഡിലേറ്റ് എന്ന് കാണാം. നമ്മൾ കയറ്റിയിൽ എന്തെങ്കിലും തെറ്റാണെങ്കിൽ ഡിലേറ്റ് ചെയ്ത് രണ്ടാമത് കയറ്റാനുള്ള ഓപ്ഷൻ അതിലുണ്ട്. അപ്ലോഡ് ഇമേജ് എന്നതിൽ പോയിട്ട് എന്ത് ചെയ്യുക, കുട്ടീൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ 7ാം ക്ലാസ്സിൻ്റെയും 10ാം ക്ലാസ്സിൻ്റെയും 12ാം ക്ലാസ്സിൻ്റെയും ഫോട്ടോ ചിലപ്പോൾ അതിലുണ്ടാവും. അത് മുമ്പത്തതേ കാരം. അപ്പോൾ മാറ്റിയിട്ട് പുതിയ ഫോട്ടോ എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റിൽ ഫോട്ടോ വ്യത്യാസം വരും. 2 കൊല്ലം 3 കൊല്ലത്തെ വ്യത്യാസത്തിൽ വരുന്ന ഫോട്ടോ മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ അതിലുള്ള ഫോട്ടോ തന്നെ കടന്നോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യരുത്. പുതിയ ഫോട്ടോ എന്ത് ചെയ്യണം, ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് പൊതുപരീക്ഷയ്ക്ക് കുട്ടികളെ ആഡ് ചെയ്യൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ചെയ്യാൻ കഴിയില്ല എങ്കിൽ ഒന്ന് PM വന്നാൽ അതുമായി ബന്ധപ്പെട്ട ഉസ്താദുമാരായിട്ട് പിന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനം ഉസ്താദുമാർ ചെയ്തു തരും. എനിക്കറിയാത്തതുകൊണ്ടല്ല, എനിക്കിത് സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിന് ഒഴിവും താരമൊക്കെ ഉള്ള ഉസ്താദുമാരുണ്ട്, നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അവരുമായിട്ട് അവരുടെ നമ്പർ തരാം, അവരുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തരും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.